ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചൊവ്വാഴ്ച വരെ ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ജയശ്രീയുമായി ബന്ധപ്പെട്ടാണ് ഇനി അടുത്ത കാര്യങ്ങൾ നീങ്ങാനുള്ളത്, നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങൾ എന്താണ്? ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ് മോദി. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച ഹൈക്കോടതി ഇന്നുവരെ, അതായത് ചൊവ്വാഴ്ച വരെ ജയശ്രീയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നിർദ്ദേശിച്ച് ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. കേസിലെ 4ാം പ്രതിയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീ. അതേസമയം മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തി സ്വർണ്ണ പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചത് ജയശ്രീയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇതേവരെയുള്ള കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇത്തരത്തിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി എസ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ ഇത്തരത്തിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു അടക്കമുള്ള പ്രധാനികൾ ഉൾപ്പെടെ അറസ്റ്റിലായത്. ഈ സാഹചര്യത്തിലാണ് അവരും അറസ്റ്റ് ഭയന്ന് ജയശ്രീയും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ മാത്രമാണ് താൻ. മാത്രമല്ല, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുള്ളതാണ് ജയശ്രീയുടെ ആവശ്യം. ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടി ഹൈക്കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. 2019 മുതൽ 2020 ഡിസംബർ വരെയുള്ള കാലയളവിലാണ് എസ് ജയശ്രീ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷം 1 വർഷക്കാലത്തോളം തിരുവാഭരണം കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിരുന്നു.